ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിക്ക് ചമ്മിപ്പോയ സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അപ്പം നമ്മളോട് ഒരാളെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചമ്മിപ്പോയ സിറ്റുവേഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോയെന്ന്. അപ്പോൾ അതായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ ഒരുപാട് സിറ്റുവേഷൻസിൽ ചമ്മിപ്പോയിട്ടുണ്ട്. നിങ്ങളും ചമ്മിപ്പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചിലത് നമ്മൾ എത്രയും ഓർത്താലും പിന്നെയും നമുക്ക് എന്തോ പോലെ ആവും. നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കും ചില ചമ്മിപ്പോയ സിറ്റുവേഷൻസ്. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 3 സിറ്റുവേഷൻസാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ സിറ്റുവേഷൻസ് എന്താണെന്ന് വേഗം നോക്കാം കേട്ടോ ഗായ്സ്. അപ്പം ആദ്യത്തെ സിറ്റുവേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊമേഴ്സ് ആയിരുന്നു. നമുക്ക് 2 ഡിവിഷനേ ഉണ്ടായിരുന്നുള്ളൂ, കൊമേഴ്സും സയൻസും. ഹ്യൂമാനിറ്റീസ് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. അപ്പം രാവിലെ പ്രെയർ പാടുന്നത് നമ്മളാണ് കേട്ടോ. അങ്ങനെ പ്രെയർ എല്ലാം പാടിയിട്ട് നമ്മുടെ കൊമേഴ്സിൻ്റെ ക്ലാസ് ഇവിടെയാണെങ്കിൽ തൊട്ടടുത്തായിരിക്കും നമ്മുടെ സയൻസിൻ്റെ ക്ലാസ് വരിക. അപ്പം ഞാൻ നമ്മുടെ രാവിലത്തെ പ്രെയറും എല്ലാം പാടി ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ഞാൻ ക്ലാസ്സിൽ കയറിയ സമയത്ത് ഭയങ്കര ഡിഫറൻസ് നോക്കുമ്പം എൻ്റെ ക്ലാസ്സിലുള്ള ആരെയും കാണുന്നില്ല. പിന്നെ അവിടെ ടീച്ചറും വേറൊരു ടീച്ചറായിരുന്നു. അതുപോലെ അപ്പോൾ ഞാൻ ഓർത്തത് എന്താ പറ്റിയത്, ഇനിയിപ്പോൾ എൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ക്ലാസ് മാറിയാണ് കയറിപ്പോയത്. ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്, അതായത് നമ്മുടെ സയൻസിൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ കയറിപ്പോയത്. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഞാൻ ചിരിച്ചിട്ട് എനിക്കറിയത്തില്ല, എല്ലാവരും ചിരിക്കുകയല്ലേ. അപ്പം ഞാൻ എൻ്റെ സോറി പറഞ്ഞിട്ട് രണ്ടാമത് എൻ്റെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ വന്ന കൊച്ചും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ കയറി അതേ ക്ലാസ്സിൽ പോയി കയറി ചമ്മിയിട്ട് തിരിച്ചിറങ്ങി വന്നു. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഈ കാര്യം പറഞ്ഞ് കുറേ ചിരിച്ചു. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പം എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സും അതുപോലെ സ്റ്റുഡൻസും ഒന്നുമല്ല. അത് ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ്സ് വേണ്ടി വന്നു ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് ചമ്മിയൊരു സിറ്റുവേഷനായിരുന്നു. അന്നത്തെ ആ ഒരു ദിവസം മുഴുവനും എല്ലാവരും നോക്കി ചിരിക്കലും ക്ലാസ് മാറിയോ എന്നുള്ള ചോദ്യമായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സിറ്റുവേഷൻ. ഇനി നമ്മുടെ സെക്കൻഡ് സിറ്റുവേഷൻ ആണ് കേട്ടോ പറയുന്നത്. ഇത് ഞാൻ +1 പഠിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ അസംബ്ലി ആണ്. അന്ന് കൊമേഴ്സാണ് അസംബ്ലി എല്ലാം നടത്തുന്നത്. അപ്പോൾ ഞാനാണ് അന്നും പ്രെയറും നമ്മുടെ നാഷണൽ ആന്തം ഒക്കെ ചൊല്ലുന്നത്. അങ്ങനെ പ്രെയർ എല്ലാം ചൊല്ലി നമ്മുടെ അസംബ്ലി ഡിസ്പേഴ്സായി. ലാസ്റ്റ് നമ്മുടെ നാഷണൽ ആന്തം വരും കേട്ടോ. അപ്പം നാഷണൽ ആന്തം എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ നാഷണൽ ആന്തം ഇങ്ങനെ ചൊല്ലി കുറച്ച് കഴിഞ്ഞ് ഞാൻ മറന്നുപോയി. ഞാൻ ആ മൈക്കും പിടിച്ചിങ്ങനെ 2 മിനിറ്റ് നിന്നു. അടുത്ത ലൈൻ എന്തോരം ആലോചിച്ചിട്ടും എനിക്ക് വരുന്നേയില്ല. ഞാൻ സത്യം പറയാം, ആദ്യമായിട്ടാണ് നാഷണൽ ആന്തം മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ബിഗ് സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. എല്ലാവരും എന്നെ തന്നെ നോക്കുകയാണ്. എന്നാൽ ആരെങ്കിലും ഒരാളെ എടുത്ത് പാടുമായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാൻ ആ മയക്കം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയല്ലേ. പെട്ടെന്ന് എന്നെ എക്കണോമിക്സ് പഠിപ്പിച്ച സാറ് അടുത്ത ലൈൻ എടുത്ത് പാടി. അങ്ങനെ ഞാനൊരു സിറ്റുവേഷനിൽ നിന്ന് ഒഴിവായിട്ടോ. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഓർക്കാനേ വയ്യ. ചമ്മിയിട്ട് എന്താ പറയുക, നമ്മളില്ലാതെയായി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു ആ സിറ്റുവേഷൻ. അതുകൊണ്ട് നാഷണൽ ആന്തം എന്ന് കേൾക്കുമ്പം ഞാൻ ആദ്യം ഓർക്കുന്നത് ഞാൻ ചമ്മിപ്പോയ ആ സിറ്റുവേഷനാണ് കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇതൊക്കെ സംഭവിച്ചത് നമ്മുടെ +1 +2 കേട്ടോ. അപ്പോൾ ഇനി ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നല്ലൊരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കിയാലോ ഗായ്സ്. ഇപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് നമ്മുടെ 3rd സിറ്റുവേഷൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പം നേരത്തെ 2 നിങ്ങൾ കേട്ട് കാണും, അത് അടിപൊളിയായിരുന്നു. ഇനി പറയാൻ പോകുന്നത് അതിലും അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമാണെന്നാണ് കേട്ടോ തോന്നുന്നത്. നമ്മുടെ 2024 തോന്നുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ എന്തായാലും പോകാൻ വേണ്ടി പ്രിപ്പയർ ആയി. അപ്പം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ജീൻസും ടോപ്പുമാണ് കേട്ടോ. ജീൻസും ഷർട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേഷമാണ് ജീൻസ്. അപ്പോൾ ജീൻസ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. എൻ്റെ ഒരുപാട് ഫേവറേറ്റ് ആണ് കേട്ടോ നമ്മുടെ ജീൻസ്. അങ്ങനെ രാവിലെ ജീൻസും ടോപ്പൊക്കെ ഇട്ട് റെഡിയായി നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഡാലാലാലാലാ പാടി പോവുകയാണ്. അങ്ങനെ പോയി ആദ്യം നമ്മൾ അമ്പലത്തിലാണ് പോകാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങി
ഇറങ്ങിയിട്ട് മമ്മ ഓട്ടോ ചേട്ടന് പൈസ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടൻ മമ്മേനോട് എന്തോ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന്. അങ്ങനെ മമ്മ പറഞ്ഞു സിബ് സിബെന്ന്. അപ്പം ഞാൻ ഓർത്ത് ആരുടെ സിബ്, എന്ത് സിബ്, ഏത് സിബ്, സിബോ എന്ത് സിബ്, കൊച്ചേ നീ സിബ് ഇട്ടിട്ടുണ്ടോ നോക്കാൻ. അപ്പോഴാണ് ഗൈസ് ഞാൻ നോക്കുന്നത്, ഞാൻ സിബ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ സിബ് ഫുള്ളി ഓപ്പണായി ഇങ്ങനെ കിടക്കല്ലേ, അടിപൊളിയായിരുന്നു. നമ്മുടെ ചേട്ടനാണ് അത് കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ടൗണിൽ പോയാൽ എല്ലാവരും കൂടെ കൂട്ടം കൂടി പറഞ്ഞേനെ സിബ് ഇട്ടിട്ടില്ല എന്ന്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മറക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. അപ്പം തന്നെ ഞാൻ നോക്കി, സിബ് ഇട്ടിട്ടില്ല, പിന്നെ വലിച്ച സിബങ്ങ് ഇട്ടില്ലേ. സത്യം പറഞ്ഞാൽ ജീൻസിൽ എന്തിനാ സിബ് കൊടുത്തേക്കുന്നത്, അത് വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ. എപ്പോൾ ജീൻസ് ഇട്ടാലും ഞാൻ സിബ് ഇടാൻ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് എവിടെ പോവാൻ ഇറങ്ങിയാലും നമ്മൾ ഇറങ്ങി നിൽക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് ആരെങ്കിലും മമ്മയോ പൈങ്കിളിയോ കുഞ്ഞാറ്റയോ അമ്മച്ചോ ആരെങ്കിലും ചോദിക്കും സിബ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. കാരണം നേരത്തെ ഒരു അനുഭവം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ സിബ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ 3ാമത്തെ സിറ്റുവേഷൻ ഞാൻ ചമ്മി നാണം കെട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. നമ്മുടെ ചേട്ടൻ പാവം അത് പറഞ്ഞുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ റെസ്പെക്റ്റാണ് തോന്നിയത്. കാരണം നല്ലൊരു കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ അറിഞ്ഞിട്ടില്ല സിബ് ഓപ്പൺ ആയി കിടക്കുന്ന കാര്യം. അപ്പോൾ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ശ്രദ്ധിക്കാനും വേഗം ഇടാനും പറ്റി. അപ്പോൾ ഇത്രയും നല്ല കാര്യമാണ് ചെയ്തത്. അന്നാണെങ്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സ് ഇൻ ചെയ്തിട്ടാണ് ജീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് അതിലും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ സൂപ്പറായിട്ട് ജീൻസിന് സിബൊക്കെ ഇടാതെ പോയ ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും മറക്കില്ല. അന്നത്തെ ഒരു ദിവസം മുഴുവൻ എൻ്റെ ചിന്ത ഇത് തന്നെയായിരുന്നു. എന്നാലും ഞാൻ സിബ് ഇടാൻ മറന്നല്ലോ എന്നുള്ളൊരു ചിന്ത. പിന്നെ കോമഡി ആയി. പിന്നെ ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കളിയാക്കിയൊക്കെ പറയാൻ തുടങ്ങും സിബ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഈ 3 സിറ്റുവേഷനാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ചമ്മി നാണം കെട്ടുപോയ സിറ്റുവേഷൻസ്. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ നമ്മുടെ സിബിൻ്റെ കാര്യമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പം ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഞാൻ എപ്പോൾ ജീൻസ് ഇട്ടാലും എപ്പോൾ പാൻസ് എന്തെടുത്താലും ഞാൻ ആദ്യം സിബുള്ള എന്ത് ഡ്രസ്സ് കണ്ടാലും ഓർക്കും കേട്ടോ സിബിൻ്റെ കാര്യം. അപ്പോൾ അത് മറക്കാനും പറ്റില്ല. അതുപോലെ നമ്മുടെ +1 +2 ഉണ്ടായത് ക്ലാസ് മാറി കയറിയ കാര്യവും അതുപോലെ ജനഗണമന മറന്നു പോയ കാര്യവും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ചമ്മിപ്പോയ അവസ്ഥ. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ട് നമുക്കൊരു വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ 3 ചമ്മി നാണം കെട്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഞാൻ സിബ് ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ചമ്മിപ്പോയ സിറ്റുവേഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.